ഇന്ന സ്ഥലത്ത് പോകുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ പൊന്നോമന പെങ്ങന്മാർക്ക് പറയാൻ പറ്റില്ല. നാളെ നിശ്ചയിച്ചിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. മരണം ഏത് നിമിഷവും വരുമ്പോൾ ആ മരണത്തെ പുഞ്ചിരിയോടെ സ്വീകരിക്കാവുന്ന അവസ്ഥ വരണമെങ്കിൽ ഉള്ളിൽ ഹറാമായ ഭക്ഷണം പോകാതിരിക്കണം സഹോദരങ്ങളെ. ഹറാമായ ഭക്ഷണം പോകുന്നില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? പലിശ വാങ്ങുന്നവര് കൈപൊക്കാൻ പറഞ്ഞാൽ ഒരാൾ പോലും ഉണ്ടാവില്ല. നിഷിദ്ധമാണ് പലിശ എന്നറിയാം, പലിശ ഹറാമാണെന്നറിയാം, പലിശ എന്നറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഒരാൾ പോലും പലിശ വാങ്ങുന്നവരുണ്ടാവില്ല. പക്ഷേ പലിശ വാങ്ങുന്നവർ മാത്രമാണ് തെറ്റുകാരെന്നല്ല മുത്തളി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആകിലു റിബാ വമൂകിലുഹു വകാതിബുഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ. നബിയുനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് പലിശ തിന്നുന്നവൻ മാത്രമല്ല, പലിശ കൊടുക്കുന്നവൻ, പലിശയുടെ കണക്കെഴുതുന്നവൻ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ, എല്ലാവരും നരകത്തിലാണ്, എല്ലാവരും നരകത്തിലാണ്. അടിവരയിട്ട് കേൾക്കണേ ഉമ്മമാരെ, അടിവരയിട്ട് കേൾക്കണേ അനുജന്മാരെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ, പലിശയ്ക്ക് 70 പാപമുണ്ട്. അതിലേറ്റവും ചെറിയ പാപം, ഇങ്ങേയറ്റത്തെ പാപം സ്വന്തം മാതാവുമായി വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പലരോടും ചോദിക്കുമ്പം പറയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, 10% പലിശയാ, പക്ഷേ ഒരു വീട് വെക്കണ്ടേ ഉസ്താദേ, വണ്ടി സിസിക്ക് എടുത്തു, കടയ്ക്ക് വേണ്ടി ലോൺ എടുത്തു. എന്റെ പൊന്നോമന മകനെ, എന്റെ പൊന്നോമന യുവാവേ, എന്റെ പ്രിയപ്പെട്ട അനുജ, ഹറാമായ ഭക്ഷണം ഉള്ളിലേക്ക് പോകുന്ന വണ്ണം നീ നേരം വിളിക്കുമ്പോൾ കടയിലേക്ക് പോവുകയാ. നീ 2 ലക്ഷോ 5 ലക്ഷോ 10 ലക്ഷോ ലോൺ എടുത്തിട്ട് നീ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നടത്തുകയാ. ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് വൈകുന്നേരം നിനക്ക് 1000 ലാഭം കിട്ടുകയാ. നീ നല്ല വിലപിടിപ്പുള്ള കാറിൽ സുന്ദരമായി യാത്ര ചെയ്ത് നിന്റെ വീട്ടിലേക്ക് നീ വരികയാ. നിന്റെ ഭാര്യയും മക്കളും ഒത്തിരുന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണം നീ കഴിക്കുകയാ. നിന്റെ പൊന്നോമന മക്കൾ നാട്ടിലെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാ. നിന്റെ മക്കളെ നീ കാറിൽ രാവിലെ കൊണ്ട് സ്കൂളിൽ വിടുകയാ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നീ നല്ല വിലപിടിപ്പുള്ള വസ്ത്രം വാങ്ങി കൊടുക്കുകയാ. നിന്റെ വീടാണെങ്കിലോ സുന്ദരമായ വീടാണ്. പക്ഷെ ഇതിലെല്ലാം പലിശയുടെ അംശമുണ്ട്. നിന്റെ വീടിന്റെ ഭിത്തിയിൽ നീ ഒന്ന് ചാരി നിൽക്കുമ്പോൾ നീ ഹറാമിലേക്കാണ് ചാരി നിൽക്കുന്നത്. നീ വെള്ളം കുടിക്കുമ്പോൾ നീ ഹറാമായ വെള്ളമാണ് കുടിക്കുന്നത്. നിന്റെ പൊന്നോമന മകന് നീ പാല് വാങ്ങി കൊടുക്കുമ്പോൾ നീ ഹറാമായ പാലാണ് കൊടുക്കുന്നത്. നിന്റെ ഭാര്യയ്ക്ക് നീ പർദ്ദ വാങ്ങി കൊടുക്കുമ്പോൾ ഹറാമായ വസ്ത്രമാണ് വാങ്ങിക്കൊടുക്കുന്നത്. നീ പള്ളിയിലെ മുസ്ലിയാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഹറാമാണ് നീ ഭക്ഷണം കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ഹറാമിനകത്ത് കിടന്ന് കെട്ടിമറിയുകയാണ്. നിന്റെ രക്തം ഹറാമാണ്, നിന്റെ മാംസം ഹറാമാണ്, നിന്റെ ശരീരം ഹറാമാണ്. നീ ഹറാമുള്ളിലേക്ക് പോയിട്ട് റബ്ബിനോട് നീ കുനിഞ്ഞു കിടന്ന് എത്ര വിളിച്ചാലും റബ്ബ് കേൾക്കൂല്ല മോനെ. നീ എത്ര നിസ്കരിച്ചാലും സ്വീകരിക്കൂല്ല മോനെ. നീ എത്ര കൈ ഉയർത്തി ദുആ ചെയ്താലും സ്വീകരിക്കൂല്ല മോനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്കൊരു പക്ഷേ വൈകുന്നേരം 10,000 15,000 ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വരൂല്ല. വീട്ടിൽ നിനക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാൻ കഴിഞ്ഞു എന്ന് വരൂല്ല. നിന്റെ പൊന്നോമന മക്കൾക്ക് നാട്ടിലെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞു എന്ന് വരൂല്ല. നിന്റെ ഭാര്യയുടെ കഴുത്തിൽ കിലോ കണക്കിന് സ്വർണ്ണം ഉണ്ടായി എന്ന് വരൂല്ല. നിന്റെ ഭാര്യ വിലപിടിപ്പുള്ള പളപളാ മിന്നുന്ന സാരി ഉടുക്കാൻ കഴിഞ്ഞു എന്ന് വരൂല്ല. പക്ഷേ നീ ഒരു കാര്യം ചെയ്യുമോ? നിന്റെ ഈ ഹറാമിൽ നിന്ന് നീ ഒന്ന് വിട്ടിട്ട് വൈകുന്നേരം നീ മുടിക്കലെ ടൗണിലെ, ആലുവായിലെ ടൗണിലെ, പെരുമ്പാവൂര് ജംഗ്ഷനിലെ ഒരു 50 താറാമുട്ട വാങ്ങി വെച്ചിട്ട് അത് വെട്ടിയിട്ട് നീ നല്ല സുന്ദരമായ ഉള്ളി അരിഞ്ഞ് മുളക് ചേർത്ത് ആ താറാമുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കി 2 മേശ വിരിച്ചിട്ട് അതിനകത്ത് വെച്ച് നീ വിറ്റാല് വൈകുന്നേരം നിനക്ക് 50 രൂപയായിരിക്കും ലാഭം കിട്ടുന്നത്. പക്ഷേ നീ അര കിലോ അരി വാങ്ങി കഞ്ഞി വെച്ച് മുളക് വാങ്ങി ചുട്ട് ചമ്മന്തി ഉണ്ടാക്കി രാത്രിയിൽ നീ നിന്റെ കൂരയിൽ
വന്ന് നിന്റെ ഭാര്യയോടും മക്കളോടുമൊത്ത് ആ ചമ്മന്തിയും മുളക് ചമ്മന്തിയും കഞ്ഞിയും കുടിക്കാനേ നിനക്കുള്ളുവെങ്കിലും നിന്റെ പൊന്നോമന മക്കൾ നാട്ടിലെ സാധാരണക്കാര് പഠിക്കുന്ന പ്രൈമറി സ്കൂളില് ഗവൺമെന്റ് സ്കൂളിലാണ് നിന്റെ കുട്ടികൾ പഠിക്കുന്നതെങ്കിലും നിന്റെ ഭാര്യ ധരിക്കുന്നത് വെറും കോട്ടന്റെ സാരിയാണെങ്കിലും വെറും വില കുറഞ്ഞ പർദ്ദയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മരണം നിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ നിനക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പോകാൻ പറ്റും മോനെ, നിനക്ക് ഈമാനോടെ മരിക്കാൻ പറ്റും മോനെ. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, നീ പലിശയിൽ കിടന്ന് കെട്ടിമറിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിന് ഗൾഫിലേക്ക് പോണം, മോന് ഗൾഫിലേക്ക് പോണം, ആങ്ങളയ്ക്ക് ഗൾഫിലേക്ക് പോണം, ഭർത്താവിന് കച്ചവടം തുടങ്ങണം, സ്വർണം ഊരിത്തരാൻ പറഞ്ഞു. ഒരു സ്വർണം കൊടുക്കുന്ന പെങ്ങളാലോചിക്കണം പെങ്ങളെ, ആ സ്വർണം കൊണ്ട് പണയം വെച്ച് പലിശ കൊടുത്തിട്ട് പണയം വെക്കണ്ട, നീ അത് വിറ്റോളൂ, എന്നിട്ട് നീ കാശെടുത്തോളൂ. നിനക്ക് കാശുള്ളപ്പോ തിരിച്ച് നീ വാങ്ങി തന്നാൽ മതി. അതിന് പകരമായിട്ട് നീ എനിക്ക് എന്തെങ്കിലും ഒരു ചെക്കോ മറ്റേ